الحمد لله رب العالمين نبينا وحبيبنا محمد صلى الله عليه وآله وصحبه أجمعين. ഏറെ ബഹുമാനപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു കഥയാണ്. കഥയെന്ന് പറഞ്ഞാൽ നിർമ്മിതമായ കഥയൊന്നുമല്ല, സംഭവിച്ച ഒരു കഥയാണ്. ഇത് സംഭവിച്ചത് ബനു ഇസ്രായേലിലാണ്. അങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പറയുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹായ ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അദ്ദേഹം കേട്ടു എന്നാണ് ഹദീസിൽ പറയുന്നത്. ബനു ഇസ്രായേലിൽ 3 ആളുകൾ ഉണ്ടായിരുന്നു. ഒരാൾ വെള്ളപ്പാണ്ടുള്ള ആളാണ്, ഒരാൾ കശണ്ടിയുള്ള ആളാണ്, മൂന്നാമൻ കാഴ്ചയില്ലാത്ത ഒരാളുമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവരെ 3 പേരെയും പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. കാരണം വെള്ളപ്പാണ്ടുണ്ട്, കശണ്ടിയാണ്, അന്ധനാണ്, മാത്രവുമല്ല അവർ ഫക്കീറുകളുമാണ്, ദരിദ്രരാണ്. അല്ലാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ച് ഒരു മലക്കിനെ പറഞ്ഞയക്കുകയാണ്. ഈ മലക്ക് മനുഷ്യരൂപത്തിൽ ഈ 3 പേരുടെ അടുത്തേക്ക് വരികയാണ്. ആദ്യം വെള്ളപ്പാണ്ടുള്ള ആളിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, താങ്കൾക്ക് എന്താണ് കൂടുതൽ ഇഷ്ടം? താങ്കൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എന്റെ വെള്ളപ്പാണ്ട് കൊണ്ട് എല്ലാവരും എന്നെ വല്ലാത്ത രൂപത്തിലാണ് നോക്കുന്നത്, അതുകൊണ്ട് എനിക്ക് നല്ലൊരു നിറവും നല്ലൊരു തൊലിയും വേണമെന്ന് പറയുന്നു. അപ്പോൾ ആ മലക്ക് അദ്ദേഹത്തെ ഒന്ന് തടവുകയാണ്. അപ്പോൾ നല്ല തൊലിയും നല്ല നിറവും കിട്ടുന്നു. അതിനുശേഷം ചോദിക്കുന്നു, ഇനി നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടമുള്ള ധനം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒട്ടകമാണ് ഇഷ്ടം എന്ന് പറയുന്നു. ഞാൻ ഒട്ടകത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ്. അങ്ങനെ 10 മാസം പ്രായമുള്ള ഗർഭിണിയായ ഒരു ഒട്ടകത്തെ അദ്ദേഹത്തിന് നൽകുകയും എന്നിട്ട് പറഞ്ഞു, ഇതിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു. പിന്നീട് കശണ്ടിയുള്ള ആളിന്റെ അടുത്തേക്ക് ചെന്നു, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, തലയിൽ നല്ല മുടി വേണം, ആളുകൾ വല്ലാത്ത നോട്ടമാണ്. ആ മലക്ക് ആ വ്യക്തിയുടെ തലയിൽ തടവി, എന്നിട്ട് നല്ല മുടി വന്ന ശേഷം ചോദിച്ചു, ഏത് ധനമാണ് താങ്കൾക്ക് ഇഷ്ടം? എനിക്ക് പശുവിനെയാണ് ഇഷ്ടം. അങ്ങനെ ഗർഭിണിയായ പശുവിനെ നൽകി. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു ബർക്കത്ത് നൽകട്ടെ എന്ന് പറയുന്നു. അടുത്തതായി അന്ധനായ ആളിന്റെ അടുത്തേക്ക് പോകുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി കഥ നാളെ ഞാൻ പറയുന്നതായിരിക്കും.